കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളിൽ കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടന AISF ആണ്, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ 1936 രൂപീകൃതമായ വിദ്യാർത്ഥി സംഘടനയാണ് AISF. വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം, അവരുടെ പുരോഗതി, അവരുടെ ഐക്യം, ഇതിനുവേണ്ടി ആരംഭിച്ച വിദ്യാർത്ഥി സംഘടനയായിരുന്നു AISF. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ, മതേതരത്വം, സോഷ്യലിസം എന്നിവയ്ക്കായിരുന്നു ഈ സംഘടന പ്രാധാന്യം നൽകിയത്. അന്തർദേശീയത ഉൾക്കൊള്ളുന്ന ഈ സംഘടന സ്വാതന്ത്ര്യാനന്തരം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരമുഖത്ത് നിലകൊണ്ടു. നിരക്ഷരത തുടച്ചു നീക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ഈ സംഘടന വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിരക്ഷരത പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ നിരക്ഷരത ഇല്ലാതാക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും വേണ്ടി ഈ സംഘടന വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പ് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് AISFലും പിളർപ്പിന് വഴി തെളിച്ചു. കോട്ടയത്ത് ചേർന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ KSF എന്ന സംഘടന രൂപീകരിച്ചു, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. 1965 ഇടപ്പള്ളി സമ്മേളനത്തിൽ വെച്ച് തന്നെ AISF എന്ന സംഘടന പിളർപ്പിന്റെ വക്കിലെത്തിയിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള വിദ്യാർത്ഥി വിഭാഗം കോട്ടയത്ത് സമ്മേളിച്ച് വേറൊരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. പിന്നീട് 1970 ഇടതുപക്ഷ ചായ്വുള്ള വിദ്യാർത്ഥികൾ കോട്ടയത്ത് സമ്മേളിച്ച് KSF എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1975 പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. CPI എന്ന സംഘടന കേരളത്തില് ഭരണത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയെ എതിർക്കുവാനോ അടിയന്തരാവസ്ഥയ്ക്കെതിരായി സംസാരിക്കുവാനോ സമരമുഖത്ത് നിൽക്കുവാനോ CPIക്കും കഴിഞ്ഞില്ല, അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ AISFനും കഴിഞ്ഞില്ല. 1981 AISF നയിച്ച തൊഴിലല്ലെങ്കിൽ ജയിലെന്ന ആ സമരം വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ഫീസ് ഏകീകരിക്കണം, കുമാരപിള്ള കമ്മീഷൻ നടപ്പാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് AISF നടത്തിയ സമരങ്ങൾ ശ്രദ്ധേയമായിരുന്നു. 1980 കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിക്കുകയും CPI ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനമായ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFIയുമായി ചേർന്ന് സമരമുഖത്ത് ഇവർ പല സമരങ്ങളിലും പങ്കാളികൾ ആയിത്തീർന്നു. 1987 AISF എന്ന സംഘടന കേരളത്തിൽ അവരുടെ സുവർണ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. 1990 ശ്രീമാൻ K. കരുണാകരൻ്റെ സർക്കാർ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ സ്വകാര്യവൽക്കരണത്തിനെതിരായി AISF ശക്തമായി സമരമുഖത്ത് നിൽക്കുക ഉണ്ടായി. ഒരു പരിധിവരെ ഭരിക്കുന്നവർ ആരെന്ന് നോക്കാതെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും സ്വകാര്യവൽക്കരണത്തിനെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ച വിദ്യാർത്ഥി സംഘടനയാണ് AISF.